ദൈവമക്കളെ, നാട്ടുകാരെ, സ്വജനമേ, തലമുറകളെ, ഇന്ന് ഈ 4 മണി കഴിഞ്ഞ സമയത്ത് ഞങ്ങളിവിടെ വന്നതിന്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ ബൈബിളിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അത് നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ്. ബൈബിൾ കേവലം ഒരു ഗ്രന്ഥമല്ല. ഈ ബൈബിളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സത്യങ്ങൾ എന്താണെന്ന് ചിലത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ സങ്കീർത്തനങ്ങൾ 60-9 എന്ന് തോന്നുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്നു. എന്ന് വായിച്ചാലും, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് രാജാവ് ഉറപ്പും ബലവും ഉള്ള പട്ടണങ്ങൾ പണിയുവാൻ കഴിവുള്ള ഒരു സമർത്ഥനായ രാജാവ്, ഇസ്രായേലിലെ രാജാവായ ദാവീദ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ഉറപ്പുള്ള പട്ടണത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? അതിന്റെ അർത്ഥം ഈ പട്ടണം ഉറപ്പുള്ളതല്ല എന്നാണ്. ബൈബിൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്, പട്ടണം ഉറപ്പുള്ളതല്ല എന്ന്. എങ്ങനെയാ ഈ പട്ടണം ഉറപ്പില്ല എന്ന് പഠിപ്പിക്കുന്നത്? വിശുദ്ധ ബൈബിളിലേക്ക് നമുക്ക് ഇറങ്ങി നോക്കിയാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു കേൾപ്പിച്ചാലും. ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കും. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. കേട്ടോ, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയാണ്. ഭൂമി പൊടുപൊടെ പൊട്ടു. ഭൂമി പൊടുപൊടെ പൊട്ടുകയാണ്. ഭൂമി കിറുകിറെ ഭൂമി കിറുകിറെ കീറുന്നു. ഭൂമി കിടുകിട കിടുങ്ങുന്നു. ഭൂമി കിടുകിടെ കിടുങ്ങുന്നു. ഭൂമി മത്തനെ ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽ മാടം പോലെ ആടുന്നു. അച്ഛാ, സഹോദര, നീയും ഞാനും പാർക്കുന്ന ഈ ഭൂതലം ആടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇവിടെ പാർത്തായുസ് തികയ്ക്കാമെന്ന് ചിന്തിക്കേണ്ട ഈ ഭൂമിയെ ദൈവം ആ നിലവാരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്: ഭൂമി കിടുകിട കീറുന്നു, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കാവൽ മാടം പോലെ ആടുകയാണ്. ഈ ആടുന്ന, ഈ വീഴുവാൻ പോകുന്ന, ഈ നശിപ്പാൻ പോകുന്ന ഭൂമിയിലാണ് നമ്മൾ ചില നാളുകൾ ഇവിടെ പരദേശികളായി പാർക്കുന്നത്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷം നമ്മുടെ പാർപ്പ് ഇവിടെയാണ്. ചിലപ്പോൾ നമുക്ക് ഇവിടെ തികയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആയുസ് തികയ്ക്കുവാൻ കഴിയുകയില്ല. വിശുദ്ധ ബൈബിൾ എഴുതിയിട്ടുള്ളതൊക്കെയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 47-ന്റെ 1-2 വാക്യങ്ങൾ ഇതാ ഒന്ന് വായിച്ചു കേട്ടോ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വടക്ക് നിന്ന് വെള്ളം പൊങ്ങി. കേട്ടോ, വടക്കൻ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് കാലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കേവലം നിങ്ങൾ വായിപ്പീൻ. ഈ ബൈബിൾ നിങ്ങൾ വായിപ്പീൻ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുവീൻ. സത്യമാണോ എന്ന് നോക്കുവീൻ. ഇതാ യെശയ്യാ പ്രവാചകൻ, വലിയ പ്രവാചകന്മാരിൽ അറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ കാലങ്ങൾക്ക് മുൻപ് പ്രവചിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ കാലങ്ങൾക്ക് മുൻപ് പ്രവചിക്കുകയാണ്. വടക്ക് നിന്ന് വെള്ളം പൊങ്ങും. ഒരു വെള്ളം പൊങ്ങുകയാണ്. വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന്. ദാണ്ടെ ഭൂമി കീറുമെന്ന് പറഞ്ഞില്ലേ? ഭൂമി കിടുകിട കീറുമെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. ബൈബിളിൽ എഴുതിയ അതിന്റെ ശക്തി, അതിന്റെ വലിപ്പം ഞങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു
വിളിച്ചു പറയുന്നത് തന്റെ ഇടത്തോടെ. ഈ ഭൂമിയെ കുറിച്ച് എന്താണ് ഇയ്യോബിന്റെ പുസ്തകം പറഞ്ഞത്? ഒന്ന് നോക്കാമോ? ഇയ്യോബിന്റെ പുസ്തകം. ആമേൻ, ദൈവത്തിന് സ്തോത്രം. 28:5 ഇങ്ങനെയാണ് പറയുന്നത്, ഭൂമിയിൽ നിന്ന് ആകാരമുണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു, തിളയ്ക്കുന്നു. കേട്ടില്ലേ? ലാവ പൊട്ടുന്നു. കേട്ടില്ലേ? ഉരുള് പൊട്ടുന്നു. കേട്ടില്ലേ? ഭൂമി കീറി മറിയുന്നു. കേട്ടില്ലേ? ഇതാ എഴുതി വച്ചിരിക്കുന്നു സത്യവേദ ഗ്രന്ഥത്തിൽ. ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ യേശു ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. യേശു ആമേൻ വേൾഡിന്റെ ദൈവമാണ്, ലോകത്തിന്റെ ദൈവമാണ്. അവനാണ് സാക്ഷാൽ ദൈവം. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിന് അകത്ത് കിടന്ന കാരാഗ്രഹ പ്രമാണിയോട് ഒരിക്കൽ പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെയുള്ള മനുഷ്യർ പറയുകയാണ്, അവൻ മരിച്ചുപോയാൽ പിന്നെ ഒന്നും അറിയത്തില്ലെന്നാണ്. ഇല്ല, വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാം ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വരും. ദൈവമേ, നന്മ ചെയ്തവനെയും തിന്മ ചെയ്തവനെയും കൂട്ടിവരുത്തി ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് തറപ്പിച്ച് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ബൈബിൾ തന്നെയാണ്. ബൈബിളിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, കുറയച്ച എഴുതി അവസാനിപ്പിച്ചതല്ല. ബൈബിൾ വായിച്ചു നോക്കിയാൽ അതിന്റെ ആരംഭവും അവസാനവും കാണുവാൻ കഴിയും. ആരംഭം അറിയണമെങ്കിൽ ബൈബിൾ വായിക്ക്, അവസാനം അറിയണമെങ്കിൽ ബൈബിൾ വായിക്ക്. തിരുവഴുത്തുകളിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കേട്ടോ, ഇയ്യോബിനോട് ഇയ്യോബ് എന്ന് പറയുന്ന ഒരു ഭക്തൻ ജീവിച്ചിരുന്നു. ഇയ്യോബ് പറയുകയാണ്, ഭൂമിയിൽ നിന്ന് ആകാരമുണ്ടാകുന്നു, പിന്നെ അതിന്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളയ്ക്കുകയാണ്. നിങ്ങളും ഞാനും താമസിക്കുന്ന ഭൂമിയുടെ അധോഭാഗം തിളച്ചു പറയുകയാണ്. ലാവ തിളച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലാവയുടെ തിളപ്പ് കാരണം ഭൂമി കിറുകിറ് കീറുന്നു, ഭൂമി പൊടുപടെ പൊട്ടുന്നു, ഭൂമി കാവൽ മാടം പോലെ ആടുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുകയാണ്. ഈ ഭൂമി അഴിയുവാനുള്ളതാണ്. ഈ ഭൂമിക്ക് നാശം സംഭവിക്കും. ഈ ഭൂമി നശിച്ചു പോകും. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ഈ ഭൂമിയിൽ സുഖമായി വാഴാമെന്ന് ആരും നിനയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. സുഖിക്കുവാനുള്ള സ്ഥലം ഇവിടെയല്ല, ഇവിടം വിട്ടുപോകേണ്ടുന്ന ഒരു കാലം വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ബൈബിൾ എടുത്തോരൊറ്റ കാരണത്താൽ ആമേൻ ഒരുപക്ഷെ നാട്ടുകാർ പുച്ഛിച്ച് ചോദിക്കാം, വേറെ തൊഴിലില്ലായോ എന്ന് ചോദിക്കാം. ഇല്ല സ്നേഹിതരെ, ഇതിനെ എടുത്തത് കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ സംതൃപ്തിയില്ലായിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ വല്ലവനും കുത്തിക്കൊല്ലുമായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. യേശു ഞങ്ങളുടെ രക്ഷിതാവായി തീർന്നു. യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഈ വർത്തമാനം നിങ്ങളെ അറിയിപ്പാൻ ഞങ്ങൾ ഇവിടെ വന്നത്. ഇതാ ഇയ്യോബ് പറഞ്ഞത് കേട്ടോ, ഭൂമിയിൽ നിന്ന് ആകാരമുണ്ടാകുന്നു, അതിന്റെ അധോഭാഗം തിളച്ചു പറയുകയാണ്. വെള്ളം തിളയ്ക്കുന്നത് പോലെ ഭൂമിയുടെ അകങ്ങൾ തിളയ്ക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങളും ഞാനും വിശ്രമിക്കും. എപ്പോഴാണ് ഭൂമി ചൈതന്യമുണ്ടാകുവാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, ചലനമുണ്ടാകുവാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഭൂമിയുടെ അധോഭാഗം നല്ലൊരു തിളച്ചു മറിയുകയാണ്. വേദപുസ്തകം എത്രയോ സത്യമാണ്. നിങ്ങളുടെ ഇവന്റെയും അടുത്ത സ്ഥലമായ പൊന്മുടി പൊട്ടുവന്നതാണ്ട വാർത്തകൾ വരികയാണ്. കേട്ടില്ലേ? കല്ലാറിൽ ഈ സമൂഹത്തിലുള്ളവരെയൊക്കെയും അടുത്ത ഭൂചലനങ്ങൾ ഉണ്ടാകുമെന്ന് വിളിച്ചു പറയുന്നു. കേട്ടോ? എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വരുവാനുള്ളവൻ വരും, ഇനി താമസിക്കയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. ഇതിന്റെ സകലത്തിന്റെയും മുതലാളി ദൈവമാണ്. ഇതിന്റെ ജമ്മി ദൈവമാണ്.
അവിടെ എന്ന് പറയുമ്പോൾ എല്ലാം നടക്കും. അവിടെ എന്ന് പറയുമ്പോൾ എല്ലാം നിശ്ചലമാകും. സകലത്തിനും കാരണഭൂതൻ അവൻ തന്നെയാണ്. അനുശ്വരനായ ദൈവത്തിന്റെ യാവനാടിയിൽ പിറന്ന അഖിലാണ്ട സൃഷ്ടിക്കും ആധാരമായി ജനിച്ച അരുമനാഥനായ യേശുവിലൂടെ മാത്രമേ മനുഷ്യർക്ക് രക്ഷയും ഉദ്ധാരണവുമുള്ളൂ. അവൻ മാത്രമാണ് സാക്ഷാൽ ദൈവം. ദൈവം അവൻ മാത്രമാണ്. കാരണം ഞങ്ങൾ അവനെയാണ് കണ്ടത്. ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങൾ അവനെ സ്നേഹിച്ചു. എന്റെ പേര് അനിക്കുട്ടൻ എന്നാണ്. എന്റെ അച്ഛന്റെ ആളുകളും അമ്മയുടെ ആളുകളും മന്ത്രവാദിമാരായിരുന്നു. എന്റെ അച്ഛന്റെ അച്ഛൻ വെട്ടുകാരൻ മല്ലങ്കരിങ്കാളിയെ സേവിച്ചയാളാണ്. എന്റെ അമ്മയുടെ അച്ഛൻ പൊന്മുടി വലിയച്ഛന്റെ വാലയെ സേവിച്ചവരാണ്. പക്ഷേ സന്തോഷമില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു. 1982 പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്ന ഒരാൾ പറഞ്ഞ്, കർത്താവായ യേശുവിനെ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ 1982 ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി എന്റെ അമ്മ സ്വീകരിച്ചു. അത് തുടർന്ന് 1987 എനിക്കും യേശുവിനെ കണ്ടുമുട്ടുവാൻ അവസരം തന്ന് 1987 തൊട്ട് ഈ 2019 8-ാം മാസം ഓഗസ്റ്റ് 15 വരെ ഈ യേശു എന്റെ ദൈവം തന്നെയാണ്. നാളിതുവരെയും നടത്തിയ നായകനായ ദൈവം ഇന്നും ജീവിക്കുന്നു. അവനിലൂടെ അല്ലാതെ വിടുതലില്ല. നിങ്ങൾ കേട്ടോ, ഈ ഭൂമി അഴിയുവാൻ പോവുകയാണ്. ഈ ഭൂമി അഴിയും. എങ്ങനെ അഴിയും? വേദപുസ്തകം പഠിപ്പിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 2 പത്രോസ് 3-ാം അധ്യായം. അത് താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ, ഇവിടെ നിൽക്കുന്നവർ ഒറ്റ കുഞ്ഞുപോലും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചും കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച മുഴുക്ക നിന്ന മഴയിൽ 100 ഏക്കർ വസ്തുവാണ് ഒലിച്ചുപോയത്. മാതാപിതാക്കളും മക്കളും 8-ഉം 10-ഉം അടി ചെളിയുടെ അടിയിൽ കിടന്നിട്ട് അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരിശ്രമം ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും നടക്കാതിരിക്കുമ്പോൾ ഇനിയും ഡെഡ് ബോഡികൾ മണ്ണിൽ ആയിരിക്കുകയാണ്. കേട്ടോ, ഒഴിഞ്ഞു പോകും. ആകാശം ഒഴിഞ്ഞു പോകും. ഭൂമിയും അതിന്റെ പണികളും ബന്ധുപോകുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവവൈതലേ, ഈ ഭൂമി മറിയും, ഇത് തിളയ്ക്കും, ഇത് കീറും, ഇത് സ്വസ്ഥതയില്ലാത്ത ഇതിന്റെ അകർത്യം അതിന്റെ മേൽ ഭാരമായിരിക്കുന്നു എന്ന് ഒക്കെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കേട്ടോ, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒരു 200 രൂപ കൊടുത്തൊരു ബൈബിൾ വാങ്ങിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. നിങ്ങളാരും ക്രിസ്ത്യാനിയാകുവാനല്ല, ഇതിൽ പറഞ്ഞ സത്യമെന്തെന്ന് കാണുവാൻ വേണ്ടി. കേവലം യേശു ദൈവമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഇത് പുച്ഛമാണ്. ഇല്ല സ്നേഹിതരെ, ഇത് പുച്ഛിക്കേണ്ട മാർഗമല്ലോ, ഇത് ആലിംഗനം ചെയ്യേണ്ട മാർഗമാണ്. ഇത് വാരി പുണർന്നെടുക്കേണ്ട മാർഗമാണ്. ഈ മാർഗം സത്യമാർഗമാണ്. ഇതിലെഴുതിയതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേദപുസ്തകത്തിനകത്ത് സംഭവിക്കുന്ന 2-3 കാര്യം കൂടി ഓർപ്പിച്ചിട്ട് ഞാൻ എന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് വിരമിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതാ അവിടെ എഴുതിയിരിക്കുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ. വായിക്കുമോനെ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ, ആരും ഇവിടെ നിൽക്കുന്ന ഒരു ചെറുമുഖം പോലും നശിച്ചു പോകാതെ എല്ലാവരും എല്ലാവരും യേശുവിലേക്ക് തിരിയണമെന്ന് ഇച്ഛിച്ചും കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അടുത്ത് കർത്താവിന്റെ ദിവസമോ അവൻ കള്ളനെ പോലെ വരും. അന്ന് ആകാശം ഈ കാണുന്ന ആകാശം ഒഴിഞ്ഞു പോകും. ഇതിലെ ഗാലക്സികൾ ഭൂമിയിലേക്ക് വീഴും. ഇവിടെ കൽമഴയുണ്ടാകും. ഇതൊക്കെ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. വായിച്ചു നോക്കി പഠിക്കൂ. ഇതാ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. ഭൂമിയും അതിന്റെ പണികളും ബന്ധുപോകും. ഇത് തീക്കായി ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ തീ കൊണ്ട് ഈ ഭൂമിയെ ശുദ്ധീകരിച്ച്
ഒരു പുതുവാന ഭൂമി ദൈവം ഒരുക്കുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ആ പുതുവാന ഭൂമിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിനായി സമർപ്പിക്കണം. യേശുവേ, നീ എന്റെ ദൈവമാണ്, നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, നിന്റെ മകളാക്കി എന്റെ മകനാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ സമീപം വന്ന് നിങ്ങളെ ആലിംഗനം ചെയ്യുന്ന ഒരരുമനാഥനായ യേശു ജീവിക്കുകയാണ്. ഈ യേശുവിങ്കലേക്ക് വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എന്നാൽ തിരുവെഴുത്തിലെ 2-3 വാക്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താം. പണ്ടുകാലത്ത് അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്ന മക്കളുണ്ടായിരുന്നു, അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്ന മക്കളുണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൻ കസാരയിലിരിക്കുമ്പോൾ മക്കൾ താഴെയിരിക്കുന്ന ഒരു കാലഘട്ടം പണ്ടുകാലത്തുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടം നോക്കട്ടെ, അപ്പനെ താഴെയിരുത്തിയിട്ട് മക്കൾ കസാരയിലിരിക്കുന്ന കാലത്തിലേക്ക് വന്നില്ലേ? പണ്ടുകാലത്ത് അമ്മാവന്മാരെ ബഹുമാനിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇന്നവിടെ പോയി. പണ്ടുകാലത്ത് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇന്നവിടെ പോയി. നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിച്ചവരാകാം, പക്ഷേ നിങ്ങളുടെ മക്കളോട് വാതുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമെത്തി. മക്കളെ കൊണ്ട് പകച്ചു നിൽക്കുകയാണ്, മക്കളെ കൊണ്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇതാ വേദപുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നു. ഇതാ ഒന്ന് കേട്ടോ. 1-2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം, അതിന്റെ ദൈവത്തിന് സ്തോത്രമല്ലിയ 1-ാമത്തെ വചനം തൊട്ട് 2 തീമോഥെയോസ് 3-ന്റെ 1-ാമത്തെ വചനം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. കാലങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുക, അനുസരിക്കാത്തൊരു തലമുറ ലോകത്തിൽ പിറക്കുമെന്ന്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. അപ്പനെയും അനുസരിക്കാത്തൊരു തലമുറ ഉടലെടുക്കുമെന്നെഴുതിയ ഒരു ഗ്രന്ഥമാണിത്. മറ്റോ ഇത് വാങ്ങി വായിച്ചു നോക്ക്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യങ്ങൾ സത്യമാണ്. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉന്മയായി ഇന്ന് എഴുതിടുമേ. വരുവീ, നീ നല്ല സമയം വിടാവറ്റലേ.
മറന്നാലും ഞാൻ മറപ്പതില്ലേ, തന്റെ വെറുത്താലും ഞാൻ വെറുപ്പതില്ലേ എന്ന് പറഞ്ഞൊരു യേശുവുണ്ട്. ഭാര്യ ഒരുപക്ഷെ ഭർത്താവിനെ വെറുക്കാം, ഭർത്താവ് ഒരുപക്ഷെ ഭാര്യയെ വെറുക്കാം, മക്കൾ ഒരുപക്ഷെ അമ്മയപ്പന്മാരെ വെറുക്കാം. എന്നാൽ ഒരിക്കലും വെറുക്കാത്ത ഒരു ദൈവമുണ്ട്. അവനാണ് നസ്രായനായ യേശു. അവന്റെ പേരാണ് ദൈവം സ്നേഹം തന്നെ. ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ വക്താക്കളായി ഞങ്ങൾ ഇന്ന് രാവിലെ തുടങ്ങി ഇവിടം വരെ ഞങ്ങളെ എത്തിച്ച ദൈവത്തിന് മഹത്വം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് വാക്യം കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. ആ മനുഷ്യൻ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത മക്കളുണ്ടാകുമെന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചോ. നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവരും, ഒരു കാരണത്താലും കൊണ്ടുപോകാൻ പറ്റാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ദാഷ്ട്യക്കാർ, നിഗളികളുമായി ദൈവത്തെ ഭയമില്ലാതെ ലോകസ്നേഹങ്ങൾ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമാകും. കേട്ടോ, തിരുവഴുത്തിൽ കാലങ്ങൾക്ക് മുൻപ് എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലത്ത് നമ്മുടെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചു. അപ്പനും അമ്മയ്ക്കും ആ വേനലിന് ഉപകാരങ്ങൾ ചെയ്തു. അവരൊക്കെ മരിക്കാൻ കിടക്കുന്ന സമയത്തും മരിച്ചു പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ കഴിയാത്തത് കൊണ്ട്, അവർക്ക് അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുവാൻ നിലവാരത്തിൽ ശുശ്രൂഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ജനിച്ച തലമുറകളെ നോക്ക്. അപ്പന് വയ്യാതായാലെന്ത്, അമ്മയ്ക്ക് വയ്യാതായാലെന്ത്, ആർക്ക് വയ്യാതായാലെന്ത്, ഇങ്ങനൊരു തലമുറ ഉടലെടുക്കുമെന്ന് കാലങ്ങൾക്ക് മുൻപേ പ്രവചിച്ച ഒരു ഗ്രന്ഥമാണ് സത്യ വേദ പുസ്തകം. പണ്ഡിതവര്യനായ പൗലോസിന്റെ നിജപുത്രനായി തീമോഥെയോസ് പരിശുദ്ധാത്മാവിൽ എഴുതി വച്ചിരിക്കുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇനി എന്താണ് ഒരു രണ്ടു വാക്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ ഇവിടെ നിർത്തുവാൻ ഞങ്ങൾ ശരണപ്പെടുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24:6 മുതൽ 7 വരെയുള്ള വാക്യം കൂടി ഒന്ന് കേട്ടോ. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുക. ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. ഇതൊക്കെ സംഭവിക്കും, എന്നാൽ അത് അവസാനമല്ല. ഇത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടെ എവിടെയായി ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇവിടെ ക്ഷാമം വരുമെന്നും ഭൂകമ്പമുണ്ടാകുമെന്നും ജാതിയോടും രാജ്യങ്ങളോടും എതിർക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം. എന്റെ വാക്കുകൾക്ക് ഇന്ന് ഈ സന്ധ്യാസമയത്ത് അടിവരയിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് രാത്രി മറ്റൊരുത്തലിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമമേ ഉള്ളൂ. ആ നാമം യേശു എന്ന നാമം. യേശു എന്ന നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഞ്ചാവിനും കള്ളിനും കരിഞ്ചുവാനയ്ക്കും പട്ടച്ചാരായത്തിനും സമാധാനം തരുവാൻ കഴിയാത്ത സ്ഥാനത്ത് സമാധാനം തരുവാൻ ഒരുവന് മാത്രമേ കഴിയുകയുള്ളൂ. അത് യേശുനാഥനാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്, അത് ലോകം തരുന്നത് പോലെയുള്ളതല്ല. ആകയാൽ ഇതുവരെ കേട്ടുകൊണ്ടുനിന്ന മാതാപിതാക്കളെ, സഹോദരവർഗമേ, സ്വജനമേ, തലമുറകളെ, രക്തബന്ധങ്ങളെ, നിങ്ങൾ ഒന്നുകൂടി ഈ തിരുവെഴുത്തുകളെ കുറിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രാണന് വേണ്ടി വേണമെന്നുള്ളതൊന്ന് മുൻകരുതേണ്ടതിന് യേശു പറഞ്ഞു,
ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തന്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ഈ ലോകം മുഴുവനും കൈയടക്കിയാലും നിന്റെ അകത്തെ ആത്മാവിനെ നീ സൂക്ഷിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തേണ്ട വഴി കണ്ടില്ലെങ്കിൽ, ഈ ലോകത്തിൽ നമ്മൾ കേവലം അരിഷ്ടന്മാരാണെന്ന് മറന്നുപോകരുത്. ആകയാൽ ഈ രക്ഷിതാവും കർത്താവുമായ യേശുവിങ്കലേക്ക് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവത്തിന് മകൻ. യേശു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരും. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം. ആ സമാധാനം നൽകുന്നു എന്ന് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ വിരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അവന്റെ അടുക്കൽ ചെന്ന് ചേരുവാനുള്ള ആഹ്വാനത്തിന് വേണ്ടി, ആ പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ളതായ വചനങ്ങളാണ്, വാക്കുകളാണ് ഇന്ന് പകല് ഈ ദേശത്ത് ദൈവഭക്തിന് ദൈവവചനത്തിൽ കൂടി തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടി വിളിച്ചറിയിച്ചത്. ഈ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിക്കുമെങ്കിൽ, വിശ്വസിക്കുമെങ്കിൽ, സ്വീകരിക്കുമെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളുമെന്ന്. അവൻ താമസം വേഗം വരുന്നു. ഒൻപത്തവാനിൽ കാഹളമൂതുതൽ ശബ്ദമുണ്ടാകും. അന്ന് ക്രിസ്തുവിൽ മരിച്ച് മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടി ഉയർക്കും. അന്ന് ജീവനോടെ ഭൂമി ശേഷിക്കുന്നവർ അവരോട് കൂടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീരെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലോ രക്ഷയ്ക്കും ആശ്വാസത്തിനും നിത്യപ്രത്യാശയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും ആശീർവാദമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ ദേശത്തെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടും. അനന്തരം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ വർഷത്തെ 73ാമത്തെ സുവിശേഷ മഹായോഗം, ഈ സുവിശേഷ സന്ദേശ റാലി ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. പാപങ്ങൾ പോക്കവേ, ശാപങ്ങൾ നീക്കവേ, മനിതനെ നീക്കവേ, പരലോകം തുറക്കവേ, സിലുവയിൽ സുഗന്ധാരയ. പാപങ്ങൾ പോക്കവേ, ശാപങ്ങൾ നീക്കവേ, ഭൂലോകം മന്ദാരയ. മനിതനെ നീക്കവേ, പരലോകം തുറക്കവേ, സിലുവയിൽ സുഗന്ധാരയ. കണ്ണീരെ സന്തോഷം തന്നാരയ. കണ്ണീര